അർബൻ ലീവ്ലിഹുഡ്സ്. ഇന്ത്യയിൽ ഏകദേശം 5000-ലധികം ടൗണുകളും 27ഓളം വലിയ സിറ്റികളും ഉണ്ട്. ഈ വലിയ സിറ്റീസിനെ മെട്രോപോളിസ് അല്ലെങ്കിൽ മെട്രോ എന്നാണ് നാം വിളിക്കുന്നത്. ഓരോ മെട്രോപോളിസിലും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഉണ്ട്. വലിയ നഗരങ്ങളായ മുംബൈ, ഡൽഹി, ചെന്നൈ, കൊൽക്കത്ത തുടങ്ങിയ നഗരങ്ങളിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. 3 തരത്തിലുള്ള തൊഴിലുകളാണുള്ളത്. ഒന്നാമത് പ്രൈമറി ഓക്യുപ്പേഷൻ, 2 സെക്കൻഡറി ഓക്യുപ്പേഷൻ, 3 ടേർഷറി ഓക്യുപ്പേഷൻ. പ്രൈമറി ഓക്യുപ്പേഷനിൽ പ്രൈമറി സെക്ടറിലുള്ള ജനങ്ങൾ എന്ന് പറയുന്നത് കൃഷി അടിസ്ഥാനമാക്കിയിട്ടുള്ള ജോലികളിൽ വരുന്നതാണ് പ്രൈമറി ഓക്യുപ്പേഷൻ. സെക്കൻഡറി ഓക്യുപ്പേഷൻ ഉള്ളത് നിർമ്മാണ തൊഴിലാളികളാണ്. ടേർഷറി ഓക്യുപ്പേഷനിൽ വരുന്നത് സർവീസ് അഥവാ സേവന വിഭാഗത്തിൽ വരുന്നവരാണ് ടേർഷറി ഓക്യുപ്പേഷനിൽ വരുന്നത്. ഇനി അർബൻ ലിവ്ലിഹുഡ്സിൽ പലതരത്തിലുള്ള ടൈപ്സ് ഉണ്ട്. ടൈപ്സ് ഓഫ് ലിവ്ലിഹുഡ്സ് ഉണ്ട്. അതായത് നഗരപ്രദേശങ്ങളിൽ പലതരത്തിലുള്ള ആളുകൾ ജീവിക്കുന്നുണ്ട്. അവർക്ക് ഉപജീവന മാർഗങ്ങൾ പലതാണ്. അവരുടെ ഒരു ജനവിഭാഗമാണ് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവർ. അവർക്ക് രാത്രിയും പകലും ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നു. എന്നാൽ ലഭിക്കുന്ന ശമ്പളം വളരെ തുച്ഛമായിരിക്കും. കടയുടമകളും ബിസിനസ്സുകാരും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അധ്യാപകര്, ഡോക്ടേഴ്സ്, വക്കീലന്മാര് തുടങ്ങിയവ പ്രൊഫഷണൽസ് തങ്ങളുടെ സേവനങ്ങൾ നഗരങ്ങൾക്ക് നൽകുന്നു. നഗര ജനസംഖ്യയിലെ കോർ അഥവാ കാമ്പ് പറയുന്നത് ഈ പ്രൊഫഷണൽസ് ആണ്. നഗരജീവിതത്തിലെ ബാക്കിയുള്ള ജനങ്ങൾ പച്ചക്കറി കച്ചവടക്കാരും വീട്ടുജോലിക്കാരും തുണിക്കച്ചവടക്കാരുമാണ്. നഗരജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഇവരും. നഗരജീവിതം സുഗമമാക്കുന്നതിൽ ഇവരും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അർബൻ ലിവ്ലിഹുഡ്സിനെ കുറിച്ചിട്ട് നമുക്ക് വരും ലെവലുകളിൽ കുറച്ചും കൂടെ വിശദമായിട്ടൊക്കെ പഠിക്കാനുണ്ട്. അത് നമുക്ക് അപ്പം നോക്കാം.